എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അഥവാ നിർമ്മിത ബുദ്ധി ലോകം കീഴടക്കുക എന്നതാണ്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഒരു ഗ്രാമത്തിലെ തടാകത്തിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഐസ് മുറിച്ച് കപ്പലിൽ കയറ്റി വിറ്റ് കോടികൾ സമ്പാദിച്ചിരുന്നു അന്നത്തെ ഐസ് രാജാക്കന്മാർ. എന്നാൽ കൃത്രിമ ഐസ് നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ വരവോടുകൂടി പ്രകൃതിദത്ത ഐസ് നിർമ്മിക്കുന്ന ആൾ പറഞ്ഞു, ഇത് നമുക്കൊരിക്കലും ഒരു വെല്ലുവിളിയായി മാറില്ല. അതോടൊപ്പം അവർ ഒരു പരസ്യം കൂടി ചേർത്തു, പ്രകൃതിദത്ത ഐസാണ് ആരോഗ്യത്തിന് ഉപകാരമെന്നും. അതുകൊണ്ട് അവർക്ക് കുറച്ചു കാലം പിടിച്ചു നിന്നെങ്കിലും അധികകാലം അത് നീണ്ടു നിന്നില്ല. കാരണം കൃത്രിമ ഐസ് നിർമ്മിക്കുന്നവർ പെട്ടെന്ന് വിപണിയിൽ ഐസ് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ എങ്കിൽ പ്രകൃതിദത്ത ഐസ് നിർമ്മിക്കുന്നവർ അവർ ഐസ് മുറിക്കുന്ന കത്തിയുടെ മൂർച്ചം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് അധംപതിച്ചു പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 2010 ശേഷം ടെസ്ല ഒരു ഇലക്ട്രിക് കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എങ്കിൽ അപ്പോഴത്തെ വലിയ വലിയ കാറുകൾ നിർമ്മിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അതിനെ ചിരിച്ചു തള്ളി. അപ്പോൾ അവർ പറഞ്ഞു, ടെസ്ല ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന കമ്പനിയാണ്, അവർക്ക് ഒരിക്കലും ഒരു വാഹനം നിർമ്മിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അവർ ടെസ്ലയെയും ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങളെയാണ് പേടിക്കുന്നത്. അവർക്ക് എൻജിൻ എന്ന പഴയ സാങ്കേതിക വിദ്യയിൽ ഉറച്ചു നിൽക്കുകയാണ് പണി പറ്റിയത്. അവർ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ 2010 ന്യൂയോർക്കിൽ ഒരു ബാങ്കിൽ റോബോ അഡ്വൈസർമാരെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേങ്കിൽ അവിടുത്തെ മാനേജർ അതിനെ വേണ്ട എന്ന് വെക്കുകയാണ്. കാരണം അവിടുത്തെ മാനേജർക്ക് ഗോൾഫ് കളിക്കാനും അങ്ങനെ ആശയവിനിമയം നടത്താനും ഒന്നും അവർക്ക് നഷ്ടമാണെന്ന് കരുതി അതിനെ ഒഴിവാക്കുകയാണ്. പക്ഷേ എങ്കിൽ അതേ സ്ഥലത്ത് തന്നെ വേറൊരു ബാങ്കുകാർ ആ റോബോ അഡ്വൈസർമാരെ വാങ്ങുകയും മനുഷ്യർ 24 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലികൾ നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, രാത്രിയിലും പകലിലും ഇരുന്ന് ഒരേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെ അവർക്ക് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ മനസ്സിലാവും? ഇനി വരാനിരിക്കുന്ന കാലത്തിൽ AI-യുടെ സ്വാധീനം വളരെയധികം വലുത് തന്നെയായിരിക്കും. പക്ഷേ എങ്കിൽ ഈ മാറ്റങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ മാറ്റങ്ങൾ മനസ്സിലാക്കി മാറിയവരാണ് നെറ്റ്ഫ്ലിക്സ് എന്ന കമ്പനി. തപാൽ വഴി DVD അയച്ചിരുന്ന നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ക്യാമറ ഷൂട്ടിങ്ങിലൂടെ ലോകം കീഴടക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ AI യുഗമാണ്. പണ്ട് ഈ ബിസിനസ് ലോകം കീഴടക്കിക്കൊണ്ടിരുന്ന IT കമ്പനികൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. പണ്ട് വെറുമൊരു ജീവനക്കാരായി നിന്നവർ ഇപ്പോൾ അവിടുത്തെ AI-കൾ ഇപ്പോൾ അവിടുത്തെ വലിയൊരു സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ അതെന്താണ് കാരണം എന്തെന്ന് വെച്ചാൽ, മനുഷ്യർ 24 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി അവർ നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അതുമാത്രമല്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ജോലിയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്നും ചെയ്തു തീർക്കുന്നതും പണം ലാഭിക്കാനും ഒക്കെ നോക്കുമ്പോൾ AI തന്നെയാണ് ലാഭമാക്കുന്നത്. അപ്പോൾ എല്ലാവരും AI സ്വീകരിക്കുകയും ചെയ്തു. ഈ IT രംഗത്ത് മാത്രമല്ല AI-യുടെ സ്വാധീനം, ആരോഗ്യ രംഗത്തും AI-യുടെ സ്വാധീനമുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ പുതിയ മരുന്നുകൾ ഉണ്ടാക്കാൻ AI ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ജീവിത രീതി മനസ്സിലാക്കി വിശകലനം ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പേ ക്യാൻസർ AI-ക്ക് പ്രവചിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇപ്പോൾ ബഹിരാകാശത്തും കാലാവസ്ഥയിലോട്ടും നമ്മുടെ AI കൈ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ AI പ്രവചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റം തന്നെ ഉണ്ടാകും. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസ രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
പക്ഷേങ്കിൽ ഇപ്പോഴത്തെ എ ഐയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ താല്പര്യത്തിനും വേഗതയിനും അനുസരിച്ചായിരിക്കും അവരുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് കൂടുതൽ മാർക്കും അവർക്ക് ജീവിതത്തിൽ ഉന്നത വിജയവും കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.